ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഇത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ ഒരു 4-5 വർഷമായിട്ട് അത് മാത്രമാണ് എൻ്റെ ശ്രദ്ധ. ഞാൻ പിന്നെ നാരായണീയം പഠിച്ചു. അതാണ് എൻ്റെ ബേസ്, നാരായണീയം. അത് മുതൽ ഞാൻ അതിന് മുന്നേ ചെറുപ്പം മുതലേ നാമഞ്ചൊല്ലും അങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഒരു ശരിക്കും ഒരു സന്യാസം എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ വളരെ ആഗ്രഹങ്ങൾ അധികം ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞു 2 മക്കളുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതമൊക്കെ അവരവരായിട്ട്. പക്ഷെ ഇപ്പോഴും ഒരു മോളും കുടുംബവും ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം ഇതിൽ ചിലവാക്കാനായിട്ട് ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പഠിക്കുന്നത്. പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് രാത്രിയിൽ എല്ലാവരുടെ ഉറക്കത്തിന് ശേഷം എൻ്റെ പഠനം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗുരുദേവന്റെ കൃതികൾ ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങിയത് 1 വർഷം ആവുന്നുള്ളൂ. 1 വർഷം കഴിഞ്ഞു. അപ്പോഴെനിക്ക് ഓരോന്ന് പഠിക്കുമ്പോഴും ഒരു അറിവിന്റെ ഒരു പുതിയ ലോകമാണ് ഗുരുവിന്റെ കൃതികൾ. അങ്ങനെ ഈ ബ്രഹ്മവിദ്യാപഞ്ചകം എടുത്തപ്പം അത് ഞാൻ ഈ വ്യാഖ്യാനങ്ങൾ കേട്ട് പഠിക്കുകയാണ് കൂടുതൽ. പിന്നെ ആഗ്രഹം കൊണ്ട് പുസ്തകം വാങ്ങിച്ച് അങ്ങനെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ബ്രഹ്മവിദ്യാപഞ്ചകത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രൊഫസർ ബാലകൃഷ്ണൻ സാർ പറയുന്നുണ്ട് ഈ കൃതി എല്ലാവരും പഠിക്കണമെന്ന് ഗുരു ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വളരെ ഇൻട്രസ്റ്റ് കൊടുത്ത് പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ട് ഇരുന്ന സമയത്താണ് പെട്ടെന്ന് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഈ ശ്ലോകം ഞാൻ ചൊല്ലി അവസാനിച്ച് സച്ചിൻ മാത്രം ഏകം വിഭു അങ്ങനെ തീർക്കുമ്പോഴും എൻ്റെ ചെവിയുടെ വലത്തുവശത്ത് മുകൾ ഭാഗത്ത് സാറ് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ തൊട്ട് കാണിച്ചല്ലോ ഒരു ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ എടാ എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവം ഒരു ബോധം ഉണ്ടായതാണോ എന്നൊരു മനസ്സിൽ. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അപ്പോൾ അതേ സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്നാണ് അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വാ കൊണ്ട് അങ്ങ് പറയാം. ഇതങ്ങനല്ല. ആ വരുന്ന ശബ്ദം നമുക്ക് നമ്മുടെ ആ ഉള്ളിലെ ഒരച്ചയാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ കരയുക. എനിക്ക് എന്തോ എന്നോട് ഇത്രയും വലിയ കാര്യം ഞാൻ ഭഗവാനെ കാണിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക്. സന്തോഷം അത് കരച്ചിലായിട്ട് 2-3 ദിവസം കഴിഞ്ഞു കൂടിയപ്പോൾ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ അണ്ണൻ്റെ അടുത്താണ് ഞാൻ ഈ കൃതികളെല്ലാം പഠിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കും. ഇവരും പറയും നീ അത് നല്ല അർത്ഥം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാം പഠിച്ചിട്ട് എന്നൊക്കെ. അപ്പം നീ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പം പറഞ്ഞ് നീ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യും, നിനക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അങ്ങനെ പഠിക്കുക. അങ്ങനെ ഇരുന്നപ്പം ഇതിനൊക്കെ മുന്നേ ഒരു 2 വർഷം മുമ്പ് ഈ മെഡിറ്റേഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നമ്മുടെ VMCയിൽ സീമാജിയുടെ ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ 4-5 ദിവസം പ്രാക്ടീസ് ആയിട്ട് ചെയ്തുള്ളൂ. അതിന് മുന്നേ ഈ വീഡിയോസുകൾ കേട്ടോണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഇരിപ്പിൽ തന്നെ 3 മണിക്കൂർ ഞാൻ വെളുപ്പിനെ ഇരുന്നു. 2 മണിക്കൊക്കെ തുടങ്ങി. 2ാമത്തെ ദിവസം എനിക്ക് പിന്നെ എൻ്റെ നെഞ്ചങ്ങ് വലിഞ്ഞു പൊട്ടുവാണ്. എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പം മരിക്കുമായിരിക്കും. അപ്പോഴേ എൻ്റെ മനസ്സിനോട് ഞാൻ പറയും മരിക്കട്ടെ, ഈശ്വരനെ തേടിയുള്ള യാത്രയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ സഹിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ശാന്തമായി. അടുത്ത ദിവസം വീണ്ടും ഞാനും മെഡിറ്റേഷൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അടുത്ത ദിവസമോ 2 ദിവസം കഴിഞ്ഞപ്പോൾ എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ ഇങ്ങനെ ആദ്യം നമ്മുടെ മുഖത്തൊക്കെ ഒരുമാതിരി ഇഴഞ്ഞ് വരും. എന്തോ ഒരു ഇറിറ്റേഷൻ, നമുക്ക് ചൊറിയണമെന്ന് തോന്നും. പക്ഷെ അപ്പോൾ ഈ സീമാജി പറഞ്ഞിട്ടുണ്ട് കൈയും കാലും അനക്കാതിരിക്കണമെന്ന്. അതെല്ലാം നമ്മൾ സഹിച്ച് അവസാനം വന്നപ്പോൾ നമ്മുടെ ഈ കഴുത്തിന്റെ പുറകിൽ കൂടെ എന്തോ ഒന്ന് പൊങ്ങി എൻ്റെ തലയുടെ ഉച്ചി വരെ പൊങ്ങി അങ്ങ് വന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ പാമ്പോ. ഞാൻ പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സംഭവം ഈ സീമാജിയെ വിളിച്ചാലൊന്നും നമുക്ക് കിട്ടത്തില്ല. തന്നെയല്ല ഇനി ഞാൻ ചെയ്ത ക്രിയ തെറ്റായിട്ടാണോ, എൻ്റെ ശ്വസന പ്രക്രിയ എങ്ങനെയോ തെറ്റിപ്പോയി, എന്തോ സംഭവിച്ചു. ചുരുക്കത്തിൽ ഞാൻ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഗുരുജി. ഇത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നെങ്കിലും ഒരു നല്ല ഗുരുവിനെ കിട്ടുമ്പോൾ പഠിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ഒരു ദാഹം ഇങ്ങനെ കിടക്കുക, ഇത് പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ള. അപ്പൊ അതങ്ങനെ തീർന്നതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പല അസുഖങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഇവിടെ ഒരു ക്ലോട്ട് ബ്രെയിനിലുണ്ടായി. അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ആയി. അതിന്റെ മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ ഇപ്പൊ ഞാൻ ഗുരുജിയോട് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ഈ ശബ്ദം കേട്ട് എന്റെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതിന് ശേഷം ഞാൻ ഒന്ന് കണ്ണടച്ചിരുന്നാൽ എന്തെങ്കിലും ഒരു ഭക്തിയുടെ ഒരംശം എന്നിലോട്ട് വന്ന ഉടനെ എന്റെ ആ തലയുടെ ഉച്ചി ഭാഗത്ത് അങ്ങ് ഒരു പ്രകമ്പനമാണ്. അത് ആ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ശരിക്കും അറിയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇല്ല മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാനിവിടെ മക്കളോടൊന്നും ഞാനിത് പറഞ്ഞില്ല, എന്താ സംഭവിക്കുന്നത് അവർക്ക് പേടിയില്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്യല്ലേന്നാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, അപ്പൊ മത്സ്യമാംസങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാൻ ശരീരം ക്ഷീണിച്ചു വരുന്നു പറഞ്ഞ് ഇവരെല്ലാം കംപ്ലൈന്റ് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു, എന്നെ നിർബന്ധിക്കല്ലേ മോളെന്ന് പറഞ്ഞു. ഇപ്പൊ അവളൊന്നും പറയത്തില്ല. പക്ഷെ എനിക്ക് ക്ഷീണങ്ങളും ഇങ്ങനെ നമ്മള് വീട്ടമ്മയല്ലേ, വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ സമയമൊക്കെ ലേറ്റാകും. അവർക്കൊക്കെ കറി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു കറി ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. മോള് ജോലിക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ എനിക്ക് എന്റെ ഈ ഗുളികയുടെ പ്രശ്നമാണെന്നൊന്നൊരു സംശയം വന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഗുരുജിയോട് ചോദിക്കാന്ന് വെച്ചത്. അതുപോലെ എനിക്ക് അസുഖം വന്ന ദിവസം അപ്പോൾ കുറച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ എനിക്ക് തീരെ ഞാൻ ആഹാരം കഴിക്കുന്നില്ല. എനിക്ക് എന്തൊക്കെയോ പ്രശ്നം, എനിക്ക് തല കറങ്ങുന്ന പോലെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ എന്നെ ഒരു ദീപം വെച്ച് എന്നെ ഒന്ന് ഉഴിഞ്ഞെടുത്ത് ഈ അഗ്നിക്ക് ഈ നെഗറ്റീവിനെയൊക്കെ എടുത്ത് കളയാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവളൊരു ചിരാതില് വിളക്ക് കത്തിച്ച് അവൾക്ക് അറിയാവുന്ന പോലെ ഒരു നാമം, അവര് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന പിള്ളേരെ എൻ്റെ മക്കളുണ്ട്. അപ്പൊ ഇത് എന്തോ പ്രാർത്ഥിച്ച് ഇത് ഒഴിഞ്ഞ് അങ്ങ് കളഞ്ഞു. അപ്പൊ ഞാൻ വെളുപ്പാങ്കാലത്ത് അടുത്ത ദിവസം രാവിലെ നല്ല ബോധമുണ്ട് ഗുരുജി, ഞാൻ ഉറക്കത്തിലല്ല, അതാ എനിക്കറിയുന്നത്. ഞാനിങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു മാല ഒരു ദിവസം ഒരു നേരം എപ്പോഴെങ്കിലും മന്ത്രം ചൊല്ലും. ഹരേ രാമ ഹരേ രാമ ആ മന്ത്രം ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ ആ മന്ത്രം ചൊല്ലി ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴേ വെളുപ്പിന് നല്ല ഓർമ്മയോടെ കിടക്കുക. ആ സമയത്ത് എന്റെ ശരീരത്തുനിന്ന് എന്തോ ഒരു കുളിർക്കാറ്റ് പോലെ, എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ, കുളിർക്കാറ്റ് പോലെ എന്റെ നമ്മുടെ സ്കിൻ അങ്ങ് ഉരിഞ്ഞു പോകുന്ന, എന്നാൽ എനിക്ക് വേദനയില്ല. ഇങ്ങനെ എന്തോ എന്റെ ശരീരത്തൊന്ന് പുറത്തോട്ട് പോയി. പക്ഷെ അത് തിരിച്ചു വരുന്നത് ഞാൻ അറിഞ്ഞില്ലേ. അപ്പൊ ഞാൻ സമാധാനമായി, ദേഹത്തെ പാടെല്ലാം പോലും ഞാൻ മനസ്സിലാക്കും കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ ആശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തുപോയി. ഇങ്ങനെ ഒരു അനുഭവം, അത് ഉറക്കത്തിലോ സ്വപ്നമല്ല, ഞാൻ ഈ പോകുന്നതിനൊട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാറ്റ് വന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത്ര അത് അറിയാം, അതിനെ കുറിച്ച് ഞാൻ അതെല്ലാം വിട്ടു കളഞ്ഞു. എന്തോ ഞാനങ്ങ് കളഞ്ഞു, അതൊന്നും ഓർക്കാറില്ല. പക്ഷെ എനിക്ക് ഈ ബ്ലഡില് ഈ നമ്മുടെ എന്റെ ശിരസില് ഇങ്ങനെ ഒരു പ്രകമ്പനം എന്ന് വെച്ചാൽ ആ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അറിയാം. അത് അല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ശബ്ദങ്ങളോ അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ശബ്ദം വളരെ കറക്റ്റ് ആയിട്ട് ഞാനത് കേൾക്കും. എന്ന് വെച്ചാൽ അത് വരുമ്പോൾ നമുക്കറിയാം, അത് ആ ഉള്ളിൽ നിന്ന് വരിക, എവിടെയോ കേൾച്ച് വന്ന് നമ്മുടെ കർണപുടത്തിലേക്ക് വരുന്ന ഒരു ശബ്ദം. ഇപ്പൊ ഈ ഒരു കാര്യമാണ് ഗുരുജോട് ചോദിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെന്നൊരാഗ്രഹം കൊണ്ട് ഞാൻ വിളിച്ചതാണ്. അല്ല, ഗംഭീരമായ അനുഭവം. നിങ്ങൾ ചെയ്യുന്ന സാധനയുടെ ഫലമാണ്. ആ വായന കൊണ്ടൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ വെറുതെ കിട്ടിയതല്ല. നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഈ മാർഗത്തിൽ കുറേ മുന്നേറിയ ഒരു ആത്മാവായതുകൊണ്ട് മാത്രം ഈ ജന്മത്തിൽ ഒന്ന് തൊട്ട് കൊടുത്തപ്പോഴേക്കും, ആ വായന തുടങ്ങിയപ്പോഴേക്കും, മെഡിറ്റേഷനിലൊന്ന് ഇരുന്നപ്പോഴേക്കും നിങ്ങൾക്കത് കിട്ടി. കാരണം നിങ്ങൾ അത്രയും ശുദ്ധമായ ഒരു ആത്മാവാണ്, പ്യുവറായിട്ടുള്ള ഒരു ആത്മാവാണ്. ഭാഗ്യമാണത്. അപ്പോൾ നിങ്ങൾ ആ ജപം ഉണ്ടല്ലോ, ജപം തുടരും. ജപവും പഠനവും നന്നായിട്ട് തുടരുക. രാവിലെ എണീച്ചിട്ട് മെഡിറ്റേഷനേക്കാൾ ആ ജപം ഉണ്ടല്ലോ, അതിൽ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വരും. ജപത്തിന് കൂടുതൽ സമയം കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ അത് മെഡിറ്റേഷൻ ആവും കേട്ടോ. അങ്ങനെ തുടരും. അപ്പോൾ ബാക്കി ഇനി അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കൂടുതൽ. ആ ഊർജമാണ് നിങ്ങളുടെ ശരീരത്തിൽ കൂടെ കയറി പോകുന്നതേ. അത് നമുക്ക് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ, കാണാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അത് റിയൽ തന്നെയാണത്. അതങ്ങനെ തന്നെയാണ്, ഒരു കാറ്റ് പോലെ അങ്ങോട്ട് പടർന്നിട്ട് അത് ചില നാഡികൾ തുറക്കുകയാണേ. ആ നാഡികൾ തുറന്ന് അതിലൂടെ അങ്ങോട്ട് ഈ പ്രാണൻ കയറുന്നതിന്റെ അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതാണ് ഇങ്ങനെ സാധനം പുറത്തു പോണ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ.
2 പ്രാവശ്യം പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല. അതുണ്ടാവും. അങ്ങനെ അത് ഇനിയും സാധന തുടരുമ്പോ വീണ്ടും ഉണ്ടാവും. ആ പക്ഷെ ഇതാണ് എനിക്കൊരു അത്ഭുതം. നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ട് പോലില്ല. എന്റെ അനുഭവം എനിക്കതൊരു അങ്ങനെ വേറൊന്നും. അപ്പൊ ഞാൻ എനിക്ക് പറയട്ടെ. പിന്നെ അപ്പൊ ഞാൻ ആ ദിവസം എന്റെ അണ്ണനോട് പറഞ്ഞു, എന്നോട് ഗുരു നീ ദൈവമാന്ന് പറഞ്ഞു, അല്ലെ എന്റെ അന്തര്യാമി എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കത് അറിയണമല്ലോ ഞാൻ ആണോ ഇല്ലയോ. അത് നീ അങ്ങനെ സാധനം വരാൻ പോകുന്നേ ഉള്ളൂ. ഇതിപ്പോ അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ, അത് നമ്മളെ അറിവായിട്ട് ഉള്ളിലേക്ക് വന്നു. ഇനി അത് അനുഭവമായിട്ട് വരും. അതെ, എനിക്ക് അതാണ്. അപ്പൊ ഞാന് ഇത് കഴിഞ്ഞതിന് ശേഷം ശ്രീനാഥിയുടെ മെഡിറ്റേഷൻ എനിക്ക് അത് അറിയുള്ളല്ലോ. ഞാൻ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടമായി. ഞാൻ ഫീൽ ചെയ്യാൻ ഇല്ല, അതിൽ താഴെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്, ജപത്തില് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ അതോടെ അത് ആ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേ ഒന്നുമില്ലേ, നിങ്ങള് ശ്രീമാജിയുടെ ധ്യാനത്തിൽ കുറെ കാലം ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റേജിലെത്തും. അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജപം ഇപ്പൊ ചെയ്യണ്ടല്ലോ, അത് കുറച്ച് കൂടുതൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ലെവലിലേക്ക് എത്തും കേട്ടോ. ധ്യാനം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. വേറെ ഒന്നിനും നോക്കണ്ട. ഇല്ല, ഞാൻ അനുഭവം ചെറിയൊരു അനുഭവം കൂടെ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഞാൻ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും അടുത്ത 2 ദിവസങ്ങളില്. അപ്പോൾ എനിക്ക് നല്ലൊരു സുഗന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജമന്തി പൂവൊക്കെ ഒരു കുളിർത്ത മണമുണ്ടല്ലോ, പനിനീര്, അങ്ങനെ ഒരു മണം എനിക്ക് വന്നപ്പോൾ ഞാൻ നല്ലതുപോലെ അങ്ങ് ഉള്ളിലേക്ക് ശ്വസിച്ചെടുത്തു. അപ്പോഴും ഞാൻ വിചാരിക്കും, എനിക്കിത് ഇപ്പം അതെനിക്ക് എന്താണ് അന്നേരം മനസ്സിലാവുന്നില്ലേ. ഞാൻ എന്നിട്ട് ചോദിക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ ചേച്ചി എന്നെ വിളിക്കും. ഞാൻ പറയും, ഒരു നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ അത് പിന്നെ അതങ്ങ് പോയി. പക്ഷേ ആ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശ്വാസം എനിക്ക് സിനാജിയുടെ അത് നോക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. എങ്കിൽ അന്ന് സങ്കടമായിപ്പോയി രാത്രിയില്. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴേ നമ്മുടെ നാഭി ഭാഗത്തുനിന്ന് ആ നല്ല കുളിർത്ത തണുത്ത ആ ശ്വാസം ഇങ്ങനെ. അപ്പൊ ഞാൻ സാധനം ചെയ്യണോന്നൊരു സംശയം എനിക്ക് അപ്പോഴും ഉണ്ടാവുകയാണ്. അതാ ഞാൻ ചോദിച്ചത്, ഞാൻ എന്ത് വേണം സാധനം ചെയ്തോളൂ. ആ കുളിർത്തത് വരുന്നത് അങ്ങനെയാണ്. മനസ്സ് നിശ്ചലാവുമ്പോഴാണ് ഇതൊക്കെ വരുള്ളൂ. സാധനം എന്തായാലും തുടർന്നോളൂ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ സാറിന്റെ ലിസ്റ്റ് ഞാൻ മോളിപ്പോ പൈസ അയച്ചു തരുവേ. ഞാൻ എനിക്ക് ഒരുപാട് ഉപകാരണം എന്റെ മനസ്സിലൊന്ന് പറയാനുള്ളത്. സാധനം ചെയ്യൂ, ഞാൻ ഇവിടെ ഉണ്ട്. വിളിച്ചാൽ മതി കേട്ടോ. ശരി ശരി. നിയന്ത്രിക്കാനാവാത്ത കോപം, അമിതമായ ഉത്കണ്ഠ, വിഷാദം, വിട്ടുമാറാത്ത ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ, ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം. ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 9 മണി വരെ. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക. പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം തുരീയം കുണ്ടലിനി രഹസ്യം. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിലാസം വാട്സപ്പ് ചെയ്യുക. വില 250 രൂപ.